അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ആദരണീയരായ ഖുർആൻ ഹദീസ് ലേണിംഗ് സ്കൂൾ പഠിതാക്കളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. 10 ക്ലാസ്സുകൾ അൽഹംദുലില്ലാ നമ്മൾ കഴിഞ്ഞു. മുഴുവൻ അക്ഷരങ്ങളും അതിലൂടെ നമുക്ക് എഴുതാനും വായിക്കാനും പഠിക്കാൻ സാധിച്ച അതിൻ്റെ പ്രൊണൗൺസിയേഷനെല്ലാം. ഇനി നമുക്ക് പഠിക്കാനുള്ളത് അതിൻ്റെ റണ്ണിങ് ലെറ്ററാണ്. കൂട്ടെഴുത്ത് എങ്ങനെയാണെന്നാണ്. ആ കൂട്ടെഴുത്തുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരു ക്ലാസ്സാണ് 11ാമത്തെ ക്ലാസ്. അല്ലാഹു തആല പഠിക്കാനുള്ള തൗഫീഖ് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആദ്യത്തെ അക്ഷരം നമ്മൾ പഠിച്ചു അലിഫ്. അലിഫ് എന്ന അക്ഷരമാണ്. അലിഫ് വിട്ടെഴുതുമ്പോൾ മേളിൽ നിന്ന് താഴേക്കാണ് വരുന്നത്. എന്നാൽ കൂട്ടി എഴുതുമ്പോൾ താഴേന്ന് മേളിലേക്കാണ് പോണത്. ഓക്കെ, അപ്പോൾ ഇതാദ്യം പഠിക്കുക. വിട്ടെഴുതുമ്പോൾ മേളിൽ നിന്ന് താഴത്തേക്ക് വരും, താഴത്തായിരിക്കും കൂർത്ത് നിൽക്കുക. എന്നാൽ കൂട്ടി എഴുതുമ്പോൾ വേറൊരു അക്ഷരത്തിൻ്റെ ഒപ്പം കൂട്ടി എഴുതുമ്പോൾ ആ അക്ഷരത്തിൻ്റെ ഒപ്പം വന്ന് താഴേന്ന് മേളിലേക്ക് കൂർത്ത് നിൽക്കും. മേളിലേക്കാണ് കൂർത്ത് നിൽക്കുന്നത്. അപ്പോൾ അതാണ് അലിഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് പഠിക്കേണ്ടത്. ഇനി രണ്ടാമത്തെ അക്ഷരമായ ബ, അതുപോലെ തന്നെ ത, സ, ഈ 3 അക്ഷരവും ഒരേപോലെ തന്നെയാണ് കൂട്ടെഴുത്തിൽ വരുന്നത്. ശ്രദ്ധിക്കുക. ആദ്യം വരുമ്പോൾ ചെറുതായിരിക്കും, രണ്ടാമത് വരുമ്പോൾ അതിൻ്റെ കുറച്ച് വലുതായിരിക്കും, മൂന്നാമത് വരുമ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം വലുതായിട്ട് തന്നെ നിൽക്കും. അപ്പോൾ അതൊന്ന് കറക്റ്റാക്കി. ഈ 3 ലെറ്റേഴ്സും ഇതേപോലെ തന്നെയാണ്. ആദ്യം വരുമ്പോൾ ചെറുതായിരിക്കും, മിഡിലാണ് ഇത് കൂട്ടിയതെങ്കിൽ ഇത്തിരി വലുതായിരിക്കും, ലാസ്റ്റാണ് ഇത് കൂട്ടിയതെങ്കിൽ അതിൻ്റെ പൂർണ്ണ രൂപമായിട്ടായിരിക്കും കടന്നു വരിക. അപ്പോൾ ബ, ത, സ. അപ്പോൾ ഈ 3 ലെറ്ററായി. ഇനിയുള്ളത് ജീമ്, ഹ, ഖ ആണ്. ജീമ് കൂട്ടിയതുമ്പോൾ വിട്ടെഴുതുമ്പോൾ നമുക്കറിയാം താഴത്തേക്കാണ് പോരുക. അതുപോലെ തന്നെ ഹ, അതേപോലെ തന്നെ ഖവും. ഇത് 3 ഒരേപോലെ തന്നെയാണ്. നോക്കാം, മുകളിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് ഇങ്ങനെ വരും. വരൽ ടച്ച് ചെയ്യാൻ പാടില്ല. എന്നിട്ട് തിരിച്ചിങ്ങോട്ട് മിഡില് വരെയും കൊണ്ടുവന്നിട്ട് ഇങ്ങനെ എഴുതുക. ഇതാണ് ഈ ജീമ ഹായിൻ്റെ ആദ്യത്തെ കൂട്ടിയെത്ത്, സ്റ്റാർട്ടിങ് ബിദായ. രണ്ടാമത് വരുമ്പോൾ അതിൻ്റെ ഉള്ളിലേക്ക് ഇങ്ങനെ പോകും, കണ്ട. മൂന്നാമത് ലാസ്റ്റ് കൂട്ടി എഴുതുമ്പോൾ ഇതിങ്ങനെ നിൽക്കും, കണ്ട. അപ്പോൾ ജീമ ഹ ഖ. കൂട്ടെഴുതുമ്പോൾ ഇത് ജീമാണെങ്കിൽ താഴെ ഡോട്ട് ഉണ്ടാവും, ഹ ആണെങ്കിൽ ഡോട്ട് ഇല്ല, ഖ ആണെങ്കിൽ എൻ്റെ മേളിൽ വരും ഡോട്ട്. അപ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇത് മിഡിൽ വരുമ്പോൾ ആദ്യത്തെ അക്ഷരത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ടാണ് ജീമു ഹ ഖാവും വന്നത്. ലാസ്റ്റ് ആകുമ്പോൾ ആ വര ഇവിടെ വന്ന് നിന്നിട്ട് അതിൻ്റെ ഉള്ളിലേക്ക് കയറി താഴത്തേക്ക് എത്തും. ഇതാണ് ജീമ് ഹ ഖ, ഈ 3ൻ്റെയും കൂട്ടെഴുത്ത്. ഇനി അടുത്തത് ദാല്, ദാല്, ദാൽ, ദാൽ. ഈ അലിഫ് അതുപോലെ തന്നെ ദാൽ, ദാൽ, ഈ 3 അക്ഷരങ്ങളും ഇനിയുണ്ട് 1-2 അക്ഷരങ്ങളും കൂടി. ഈ 3 അക്ഷരങ്ങളും ശ്രദ്ധിക്കണം. ഇതിന് ശേഷം വരുന്ന അക്ഷരങ്ങൾ ഇതിനോട് ചേർത്ത് എഴുതൂല. അത് നമ്മൾ പ്രത്യേകം പഠിക്കണം. ഇതിന് ശേഷം വരുന്ന ഒരൊറ്റ അക്ഷരവും ഇതിനോട് ചേർക്കില്ല. അത് അലിഫിനോടും ചേരൂല, ദാലിനോടും ചേരൂല, ദാലിനോടും ചേരൂല. ഇനി ഇത് ആദ്യം വരുമ്പോഴും വിട്ടെഴുതുമ്പോഴും ഇങ്ങനെ തന്നെയാണ്. ഇത് വേറൊരു അക്ഷരത്തിൻ്റെ ഒപ്പം കൂട്ടി എഴുതുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് ചരിച്ചെടുക്കുക. എന്നിട്ട് ഇങ്ങനെ കണ്ടോ, ഇത് ദാല്, ദാല് വരുമ്പോൾ ഇത് ഇവിടെ ഡോട്ട് ഇടണം. ഈ മേളിലായിട്ട് ഈ വരൻ്റെ ഇവിടെ ആയിട്ട് ഡോട്ട് ഇടുക. ദാൽ വരയിൽ ടച്ച് ചെയ്യാൻ പാടില്ല, ഇങ്ങനെ പൊങ്ങിക്കണം. ദാലും ദാലും ഇങ്ങനെ പൊങ്ങി നിൽക്കേണ്ടതുണ്ട്. ദാല്, ദാൽ. ഇതിന് ശേഷം വരുന്ന ഏതൊക്കെ അക്ഷരമുണ്ടോ ഇതിനോട് എന്ത് ചെയ്യില്ല, ജോയിൻ്റ് ആവില്ല. അതുപോലെ തന്നെ ഈ അലിഫും, അലിഫിന് ശേഷം വരുന്ന എന്തൊക്കെ ഉണ്ടോ അതിലേക്ക് ജോയിൻ ചെയ്യൂല. അപ്പോൾ ജോയിൻ ചെയ്യാത്ത 3 അക്ഷരങ്ങളായി ഇത്. ഇനിയുണ്ട് 2-3 അക്ഷരങ്ങളുണ്ട്. അപ്പോൾ ദാൽ, ദാലിൻ്റെ കൂട്ടെഴുത്തായി. ഇനി അടുത്തത് റോ, സൈ. ഇത് എഴുത്ത് നോക്കണം. ഇതൊക്കെ വരൻ്റെ മുകളിലാണ് നിൽക്കുക, വരൻ്റെ മുകളിൽ. അതുപോലെ തന്നെ ഇതും അങ്ങനെ തന്നെ വരൻ്റെ മുകളിൽ.
ഇത് മേളിലും താഴേക്കായിട്ട്, ഇത് മേളിലും മാത്രം, ഇത് മേളിലും താഴേക്കായിട്ട് വരും. റ സായ്. ഇതും അതേപോലെ തന്നെ ഇതിന് ശേഷം വരുന്ന അക്ഷരങ്ങൾ ഇതിനോട് ജോയിൻ ചെയ്യില്ല. അപ്പോൾ 1 2 3 4 5 അക്ഷരങ്ങളായി. ഇനി ഒരക്ഷരം കൂടിയുണ്ട്. ഈ ഇത്ര അക്ഷരങ്ങൾ 6 അക്ഷരങ്ങൾ അതിന് ശേഷം വരുന്ന ഏതൊക്കെ അക്ഷരങ്ങളുണ്ടോ അതിനോട് ജോയിൻ ചെയ്ത് നിൽക്കില്ല, ജോയിൻ്റ് ആവില്ല. അപ്പോൾ ഇതിൻ്റെ മിഡിലും അതുപോലെ തന്നെ ലാസ്റ്റൊക്കെ വരുമ്പോൾ കൂട്ടിയതാണ് ഇങ്ങനെയാണ്. വേറെ അക്ഷരത്തിൻ്റെ മുമ്പ് കൂട്ടിയതുമ്പോൾ താഴത്തേക്ക് വരും. ഇതുണ്ടോ റാവും അതേപോലെ തന്നെ സായും അതേപോലെ തന്നെ കണ്ട. ഇതാണ് ഈ രണ്ടക്ഷരം റോ സായ്. അപ്പോൾ ഈ രണ്ടിൻ്റെയും കൂട്ടിയെഴുത്ത് ഇങ്ങനെയായി. ഇനിയുള്ളത് സീൻ ഷീനാണ്. സീൻ എഴുതണം നമുക്കറിയാം, ഇതേപോലെ എഴുതി പിന്നെ രണ്ടാമത്തെ പിന്നെ മൂന്നാമത്തത് ഇങ്ങനെയാണ്. അതേപോലെ തന്നെയാണ് ഷീനും. ഇങ്ങനെ തന്നെ എഴുതി പഠിക്കുക, എന്നാലേ എഴുത്ത് ഒരു ഭംഗി ഉണ്ടാവുള്ളൂ. സീൻ ഷീൻ. ഇത് സ്റ്റാർട്ടിങ് വരുമ്പോൾ ഇങ്ങനെ വരും കണ്ട, സീൻ്റെ പൂർവ്വരൂപം. ഇനി അത് മിഡിലാണ് വരുന്നതെങ്കിൽ ഇങ്ങനെ വരും. ഇനി ലാസ്റ്റ് കൂട്ടെഴുതുമ്പോഴാണെങ്കിൽ താഴത്തേക്ക് വരും. ഇതിന് ശേഷം ഒന്നും കൂട്ടെഴുതാനില്ലെങ്കിൽ മാത്രം ഇത് താഴത്തേക്ക് വരും. ബാക്കിയെല്ലാം പൊങ്ങി തന്നെ നിൽക്കും. അപ്പോൾ സീനായി ഷീനായി ഷീനായി. അപ്പോൾ സീനും ഷീനും സീൻ ഷീൻ ഈ രണ്ടും കൂട്ടിയതാണ് ഇങ്ങനെയാണ്. താഴത്തേക്ക് വരുന്നത് മേളിലേക്ക് വരും. അതാണ് ഒരു വ്യത്യാസമുള്ളത്. സീനും ഷീനും എവിടെ വന്നാലും കൂട്ടിയെഴുതുമ്പോൾ ഇങ്ങനെ ഈ രീതിയിൽ വരുള്ളൂ. അപ്പോൾ സീനും ഷീനുമായി. ഇനി നമുക്ക് അടുത്ത് പഠിക്കാനുള്ളത് സ്വാദ് ദ്വാദ്. സ്വാദ് എഴുതണത് നമുക്കറിയാം ഇങ്ങനെ. അതുപോലെ തന്നെ ദ്വാദ് എഴുതണതും ഇതിങ്ങനെ തന്നെ. ഓക്കെ. ഇനി ഇത് കൂട്ടിയെഴുതണ രൂപമാണ്. ആദ്യം വരുമ്പോൾ എന്ത് ചെയ്യും, താഴത്തേക്കുള്ളത് മേളിലേക്ക് തന്നെ വരും. കണ്ടോ, മേളിലേക്ക് ഇങ്ങനെ വരും. ഇനി അടുത്തതാണ് കൂട്ടിയതാണെങ്കിൽ ഇതിൻ്റെ ഒപ്പം തന്നെ ഇങ്ങനെ നീളത്തിൽ ഇങ്ങനെ എടുത്തിട്ട് കണ്ട അല്ലേ. ഇനി ലാസ്റ്റ് ആണെങ്കിൽ ഇങ്ങനെ എടുത്തിട്ട് താഴത്തേക്ക് എഴുതും. ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇതിങ്ങനെ നീളത്തിൽ കൊണ്ടുവന്നിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ എടുത്ത് ഇതും ഇങ്ങനെ നീളത്തിൽ കൊണ്ടുവന്ന് സ്വാദിൻ്റെ എഴുതി എന്നിട്ട് ഇവിടെ നിന്ന് നേരെ താഴത്തേക്ക് അല്ല സ്വാദ്. ഇതാണ് സ്വാദിൻ്റെയും ദ്വാദിൻ്റെയും കൂട്ടെഴുത്ത്. ദ്വാദ് ഇടുമ്പോൾ ഇതിൻ്റെ മേലെ ഒരു ഡോട്ട് ഇടുക, ഇവിടെ ഡോട്ട് ഇടുക, ഇത് സ്വാദ്. അപ്പോൾ നോക്കുക, ഇതേ രീതിയിൽ തന്നെയാണ് സ്വാദ് ദ്വാദ് രണ്ടും എഴുതേണ്ടത്. അല്ല ആദ്യം എഴുതുമ്പോൾ മാത്രം ഇവിടെ നിന്നൊരു വര വരും. ഇതിങ്ങനെ വന്ന് പിന്നെ എല്ലാം നേരെ പിന്നെ ഈ വര പിന്നെ കാണില്ല, ഇതിലേക്ക് ജോയിൻ ചെയ്ത് പോകും. എന്നിട്ട് ലാസ്റ്റ് ആകുമ്പോൾ താഴത്തേക്ക് ഇങ്ങനെ വന്നിട്ട് നിൽക്കും. ഇതാണ് സ്വാദ് ദ്വാദിൻ്റെ കൂട്ടെഴുത്ത്. ഇനി അടുത്തത് ത്വ തന്നെ നമുക്കറിയാം ബി പോലെയല്ല, ഇങ്ങനെ വരണം. താഴത്ത് ഇവിടെ നോട്ടിയിട്ട് ഇവിടെ നിന്ന് ഇങ്ങനെ പോയി സ്വാദിൻ്റെ കഷ്ണം. അതേപോലെ തന്നെയാണ് വാവും എഴുതേണ്ടത്. വാ ഇത് കൂട്ടിയെഴുതുമ്പോൾ സ്റ്റാർട്ടിങ്ങിൽ ഇങ്ങനെ തന്നെ വരും. മിഡിൽ എഴുതുമ്പോൾ നോക്കുക, ഇത് എഴുതും എന്നിട്ടാണ് ഈ വര ഇടുന്നത്. നമ്മൾ ശ്രദ്ധിക്കണം, പ്രത്യേകം ശ്രദ്ധിക്കണം. ആദ്യം കൂട്ടെഴുതുമ്പോൾ ഇവിടെ നിന്ന് ഇങ്ങനെ വന്ന് തോൻ്റെ എഴുതും. രണ്ടാമത്തെ എഴുതുമ്പോൾ ഇത് എഴുതിയിട്ടാണ് ഈ വര ഇടണം. ഓക്കെ. ഇനി ലാസ്റ്റാണ് കൂട്ടെഴുതുന്നതെങ്കിൽ അതിൻ്റെ പൂർണ്ണരൂപം ഉണ്ട്, ഇങ്ങനെ എഴുതി ഇതിടണം. ഓക്കെ. ഇത് തന്നെയാണ് വാവും വാൻ്റെയും കൂട്ടിയെഴുത്ത് ഇതേ മോഡലിൽ തന്നെയാണ്. അപ്പോൾ വാൻ്റെ കൂട്ടിയെഴുത്തായി. ഇനി ഇത് പ്രാക്ടീസ് ചെയ്ത് തന്നെ പഠിക്കണം എങ്ങനെയാണ് എഴുതണം. ആദ്യം കൂട്ടിയതും ഇങ്ങനെ ഇവിടെ നിന്ന് മേളിൽ നിന്ന് വരും, പിന്നെ ഇങ്ങനെ വളച്ചെടുത്ത് പിന്നെ ഇതാണ് എഴുതുന്നത്. ഇതെല്ലാം എഴുതിയിട്ടാണ് ഇവിടുത്തെ ഇങ്ങനെ വര ഇടത്തുള്ളൂ. അപ്പോൾ ആ രീതിയിൽ പഠിക്കുക. ഇനി അടുത്തത് അഴൈനാണ്. അഴൈന് അതുപോലെ തന്നെ ഗൈൻ. അഴൈനും ഗൈനും ശ്രദ്ധിക്കണം. ആദ്യം വരുമ്പോൾ രണ്ടും ഇങ്ങനെ തന്നെ മേളിലേക്ക് ഇങ്ങോട്ട് ഇങ്ങനെ എഴുതും. മിഡിൽ വരുമ്പോൾ ഇങ്ങനെ വന്ന് വളച്ച് ഇങ്ങനെ എടുക്കണം.
ലാസ്റ്റാണ് കൂട്ടിയതെങ്കിൽ ഇങ്ങനെ വളച്ച് ഇങ്ങനെ താഴത്തേക്ക് വരും. വിട്ട് എഴുതുമ്പോൾ ഈ അയിനാണ്. നോക്കുക, അയിന് ആദ്യം വരുമ്പോൾ ഇങ്ങനെ മുകളിലേക്ക് വന്നിട്ട് ഇങ്ങനെ വളച്ചെടുക്കണം. മിഡിലാണ് കൂട്ടിയതെങ്കിൽ ഇങ്ങനെ വന്ന് ഒരു വളച്ച് ഇങ്ങനെ എടുക്കണം. ലാസ്റ്റാണ് കൂട്ടിയതെങ്കിൽ അതേപോലെ തന്നെ ഇങ്ങനെ വളച്ച് താഴത്തേക്ക് ഇങ്ങനെ കൊണ്ടുവരും. ഓക്കെ, ഇതാണ് ഐനിൻ്റെയും ഗൈനിൻ്റെയും ഒക്കെ കൂട്ടിയത്. ഐനും ഗൈനും ഇത് രണ്ടും ഒരേ ടൈപ്പ് ആയിരുന്ന ഒരേപോലെ തന്നെയാണ് കൂട്ടിയത്. ഇനി അടുത്തത് ഫ എന്ന അക്ഷരമാണ്. ഫ ഏതാണ് നമുക്കറിയാമല്ലോ. അതുകൊണ്ട് ഈ ഭാഗം പൊങ്ങി നിൽക്കും. ഒരു എൻ്റെ സ്റ്റാർട്ടിങ് ഒരു കാല് കളഞ്ഞിട്ട് എഴുതുക, എന്നിട്ട് ബായിൻ്റെ ഇത് ഫ. ഫ ആണ് ഈ അക്ഷരം. ഫ കൂട്ടി എഴുതുമ്പോൾ ആദ്യം ഇങ്ങനെ വരും, മിഡിലാകുമ്പോൾ ഇങ്ങനെ വളഞ്ഞിങ്ങനെ വരും, ലാസ്റ്റ് ആകുമ്പോൾ നേരെ പോകും. ഫ ഇതിങ്ങനെ തന്നെയാണ് ഫ. ആദ്യം വരുമ്പോൾ മാത്രം ട്രയാങ്കിൾ രൂപത്തിൽ വരും, രണ്ടാമത് വരുമ്പോൾ റൗണ്ടായിട്ട്, മൂന്നാമത് ഇങ്ങനെ എഴുതിയിട്ട് നേരെ ഈ വരേക്ക് ഇങ്ങനെ എടുത്ത് ഇങ്ങനെ പൊക്കിയെടുക്കുക. ഓക്കെ, ഇതാണ് ഫിൻ്റെ കൂട്ടിയെഴുത്ത്. ഫ ഏതാണ് ഇങ്ങനെയാണ്. എന്താ ഫ ഫ. ഇനി അടുത്തത് ഖാഫാണ്. ഖാഫ്. ഖാഫ് നമുക്കറിയാം വരൻ്റെ താഴെയാണ്, ട്രയാങ്കിൾ ഇങ്ങനെ വന്നിട്ട് വരൻ്റെ താഴെയാണ് ഖാഫ്. ഇത് കൂട്ടിയതാണത് ഫ കൂട്ടിയതാണ് പോലെ തന്നെയാണ്. ആദ്യം വരുമ്പോൾ ഇങ്ങനെ വരും, രണ്ടാമത് വരുമ്പോൾ ഇങ്ങനെ വരും, ലാസ്റ്റ് കൂട്ടിയെഴുതുമ്പോൾ അതിൻ്റെ പൂർണ്ണ രൂപം താഴത്തേക്ക് വരും. എന്താ ഖാഫ്. ഈ രണ്ടാമത്തെ വ്യത്യാസം ലാസ്റ്റത്തിൽ മാത്രമാണ് വ്യത്യാസം തന്നെ. ലാസ്റ്റത്തിൽ വിട്ടെഴുതുമ്പോഴും താഴത്തേക്ക് വരും, വരലിട്ട് വെച്ചത് താഴത്തേക്ക് വരും. പക്ഷേ മിഡിലും ആദ്യവും മിഡിലും എഴുതണത് ഫ എഴുതണ പോലെ തന്നെയാണ്, അതിലൊരു വ്യത്യാസവും ഇല്ല തന്നെ. അപ്പോൾ ഇത്തരം അക്ഷരങ്ങൾ. അപ്പോൾ നോക്കിയേ, അലിഫ് മുതൽ ഖാഫ് വരെ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. ഖാഫ് കഴിഞ്ഞാൽ പിന്നത്തെ അടുത്ത അക്ഷരം കാഫാണ്. കാഫ് ഇങ്ങനെ വന്ന് ഇങ്ങനെ എഴുതുക, എസ് പോലെ. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെയാണ്, എസ് പോലെയാണ് ഇത്. കാഫ് എഴുതി എസ് പോലെ. അത് കൂട്ടി എഴുതണത് ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ എഴുതി ദാല് പോലെ. കണ്ടോ, മിഡിൽ വരുമ്പോൾ ദാൽ ആദ്യം എഴുതും, ലാസ്റ്റ് കൂട്ടി എഴുതുമ്പോൾ ആ പൂർണ്ണ രൂപം തന്നെ. കണ്ടോ, ഈ കാഫ് ഇങ്ങനെ എഴുതണം. ഓക്കെ, ഇവിടെ നിന്ന് ഇങ്ങനെ വരക്കണം. അപ്പോൾ കാഫിൻ്റെ രൂപം നമ്മൾ പഠിക്കുക. ശരിക്കും ആദ്യം ഇവിടെ നിന്ന് ഇങ്ങനെ വരും സ്റ്റാർട്ടിങ്ങിൽ ദാല് പോലെ, പിന്നെ രണ്ടാമത് കൂട്ടി എഴുതുമ്പോൾ ദാലാണ് ആദ്യം എഴുതുന്നത്, ലാസ്റ്റ് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ പൂർണ്ണ രൂപം, എന്നിട്ട് ഇവിടെ വരയിട്ടു കാഫ്. വിട്ട് എഴുതുമ്പോൾ ഈ കാഫാണ് ഉള്ളത്. ഓക്കെ, ഇനി അടുത്തത് ലാം എന്ന അക്ഷരമാണ്. ലാം. ലാമിനെ മേളിൽ നിന്ന് വന്നിട്ട് വളച്ചെടുക്കുക. ലാം. ലാം കൂട്ടി എഴുതുമ്പോൾ ആദ്യം വരുമ്പോൾ ഇങ്ങനെ തന്നെയാണ്, രണ്ടാമത് വരുമ്പോഴും ഇങ്ങനെ തന്നെയാണ്, ലാസ്റ്റ് കൂട്ടി എഴുതുമ്പോൾ അത് കുറച്ചൊന്ന് താഴത്തേക്ക് വരും. ലാം. ലാം ഇങ്ങനെയാണ് കൂട്ടി എഴുതുന്നത്. ഇനി ലാം കഴിഞ്ഞാൽ പിന്നെ ഉള്ളത് മീം എന്ന അക്ഷരമാണ്. മീം നമുക്കറിയാം ഇങ്ങനെയാണ് എഴുതിയത്. രണ്ട് ടൈപ്പ് മീം ഉണ്ടെന്ന് പറഞ്ഞു എന്ന് ഇതേപ്പെടുത്തി. അത് കൂട്ടി എഴുതാൻ ഇങ്ങനെയാണ്. ആദ്യം വരുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതുക, രണ്ടാമതും ഏകദേശം അതേപോലെ തന്നെ, മൂന്നാമത് വരുമ്പോഴും ലാസ്റ്റ് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെ എഴുതാം, ലാസ്റ്റ് കൂട്ടി എഴുതുമ്പോൾ ഇങ്ങനെയും എഴുതാം. അപ്പം മീമിൻ്റെ രൂപങ്ങൾ സ്റ്റാർട്ടിങ്ങും മിഡിലും ലാസ്റ്റും വരുമ്പോഴുള്ള രൂപം. ഇനിയുള്ളത് നൂൻ എന്ന അക്ഷരം. നൂൻ നമുക്കറിയാം ഇങ്ങനെയാണ് എഴുതേണ്ടത്, ഇവിടെ ഡോട്ട് വരുന്നത്. നൂന് ബാവും താവും സാക്ക എഴുതണ പോലെ തന്നെയാണ്. ബാ എഴുതണ ആദ്യം ഇങ്ങനെ, രണ്ടാമത് ഇങ്ങനെ, മൂന്നാമത് വരുമ്പോൾ താഴത്തേക്ക് എഴുതും നൂൻ. നൂൻ ഇങ്ങനെ തന്നെയാണ്. ആദ്യവും ലാസ്റ്റ് മിഡിലും വരുമ്പോൾ ബാവും താവും സാക്ക എഴുതണ പോലെ തന്നെ, ലാസ്റ്റ് വരുമ്പോൾ അത്ര അതിൻ്റെ താഴേക്കുള്ള രൂപം. വിട്ട് എഴുതുമ്പോൾ വരൻ്റെ മേളിൽ നിൽക്കുന്ന രൂപമാണ് നൂനിന് ഉള്ളത്. പിന്നുള്ളത് ഹാ ആണ്. ഹാ എന്ന അക്ഷരമാണ്. ഇത് ആദ്യം വരുമ്പോൾ മേളിൽ നിന്ന് അതേപോലെ തന്നെ ആദ്യം ഇങ്ങനെ, മിഡിലാണ് കൂട്ടിയതെങ്കിൽ താഴത്തേക്ക് ഇങ്ങനെ വന്നിട്ട് വളച്ചെടുക്കും. ലാസ്റ്റാണ് കൂട്ടിയതെങ്കിൽ ഇതണ്ട ഇങ്ങനെ വന്ന് ഇവിടെ നിന്ന് ഇങ്ങനെ വളച്ചെടുത്ത് ഇങ്ങനെ എഴുതണം. ഹാ.
ലാസ്റ്റാണ് വിട്ട് എഴുതുന്നതെങ്കിൽ ഇങ്ങനത്തെ ഹ ആയിരിക്കും ഉണ്ടാകുക. ഒരു ഡ്രോപ്പ്, വെള്ള ഡ്രോപ്പ് വീണ പോലത്തെ ഹ ആയിരിക്കും ഉണ്ടാകുക. അപ്പോൾ അത് രണ്ടും ഈ ഹാൻ്റെ രൂപങ്ങളാണ്. ഇനി വാവ് എന്ന അക്ഷരമുണ്ട്. വാവ് ട്രയാങ്കിൾ ഇവിടെ വരും, എന്നിട്ട് താഴത്തേക്ക് റോ എഴുതണ പോലെയാണ്. ഇത് അലിഫ്, ദാൽ, ദാൽ, റോ, സായ് പറഞ്ഞ പോലെ ഇതിന് ശേഷം വരുന്ന ഇതിൻ്റെ ഒപ്പം ജോയിൻ ചെയ്യൂല. അപ്പോൾ ഇതിന് മുമ്പ് വരുന്നത് മാത്രമേ ഇതിനോട് ജോയിൻ ആവുള്ളൂ. ഇതിന് ശേഷം വരുന്നത് ഇതിൻ്റെ ഒപ്പം ചേർന്ന് വരില്ല. അപ്പോൾ അത് പ്രത്യേകം എന്ത് ചെയ്യണം, ശ്രദ്ധിക്കണം എന്ന് ഉണർത്തുക. വാവ്. പിന്നെ ലാസ്റ്റ് ലെറ്റർ യാ ആണ്. ഇങ്ങനെ എസ് പോലെ ഇങ്ങനെ വന്നിട്ട് ഇങ്ങനെയാണ് യാ. ഇത് ബാവും താവും സാവും നൂനും ഒക്കെ എഴുതണ പോലെ തന്നെയാണ് സ്റ്റാർട്ടിങ്ങിലും മിഡിലും. അത് ആദ്യം ഇങ്ങനെ മിഡിൽ വരുമ്പോൾ ഇങ്ങനെ, ലാസ്റ്റ് കൂട്ടി എഴുതുമ്പോൾ വരേണ്ട താഴത്തേക്ക് വരും. യാ. ഓക്കെ. വിട്ട് എഴുതുമ്പോൾ മേളിലേക്ക് ഇറക്കും, കൂട്ടി എഴുതുമ്പോൾ താഴത്തേക്ക് വരും. അപ്പോൾ അങ്ങനത്തെ 3 അക്ഷരമാണ്. ഒന്ന് ലാമ്, പിന്നെ ഒന്ന് നൂന്, പിന്നെ ഒന്ന് യാ. അപ്പോൾ നമ്മൾ ഫുൾ ലെറ്റേഴ്സ് എന്ത് ചെയ്തു, കൂട്ടി എഴുതുന്ന രൂപം ഒരു ഏകദേശം പഠിച്ചു. അല്ലാഹു തആല പഠിക്കാനുള്ള തൗഫീക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. വസല്ലല്ലാഹു അലാ മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.